Hi friends, ഞാൻ നിങ്ങളുടെ ബേബി. വെൽക്കം ടു മൈ ചാനൽ ബേബി സ്റ്റേസ് ഹെഡ്. ഞാൻ 2-3 മാസമായി വീഡിയോ ആയിട്ട് വന്നിട്ട് കുറച്ച് പേഴ്സണൽ റീസൺസ് ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വരാൻ പറ്റാതിരുന്നത്. ഇനി ആദ്യത്തെ പോലെ തന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ വീണ്ടും പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. ഏകദേശം 1Kൻ്റെ അടുത്ത് സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും നന്ദി. ഇന്ന് തുടക്കത്തിൽ ചെറിയൊരു വീഡിയോ ആയിട്ടാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, നമ്മൾ എഗ്ലെസ് മയോനൈസ് ആണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു മെഷർമെൻറ്റ് കപ്പ് എടുത്തിട്ടുണ്ട്. അതേ മെഷർമെൻറ്റ് കപ്പ് തന്നെയായിരിക്കണം നമ്മൾ അളവിന് വേണ്ടിയിട്ട് എടുക്കുന്നതായ സൺഫ്ലവർ ഓയിലും. അതാ 1 കപ്പ് സൺഫ്ലവർ ഓയിൽ എടുത്തിട്ടുണ്ട്. നമ്മൾ മിക്സിയുടെ ജാറ് എന്ന് പറയുമ്പം ചെറിയ ജാറിൽ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതേ മെഷർമെൻറ്റ് കപ്പ് തന്നെ ഞാൻ 1 കപ്പ് പാലും കൂടെ. പാൽ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൂം ടെമ്പറേച്ചറുള്ള പാല് വേണം യൂസ് ചെയ്യാനായിട്ട്. ഞാനൊരു അതേ മെഷർമെൻറ്റ് കപ്പ് തന്നെ 1 കപ്പ് പാലും കൂടെ ഈ മിക്സിയുടെ ജാറിലേക്ക് ഒഴിക്കുകയാണ്. അതൊഴിച്ച് കഴിയുമ്പോൾ ഒരു പിരിഞ്ഞതുപോലെ നമുക്ക് തോന്നും. അത് കുഴപ്പമില്ല. ഞാൻ അതിനകത്തേക്ക് ഉപയോഗിക്കേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ള പറയാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഷുഗർ. അതിൻ്റെ കൂട്ടത്തിലേക്ക് വീണ്ടും ഞാൻ ചേർക്കാൻ പോകുന്നത് 1/4 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡർ, കുരുമുളക് പൗഡർ. ഇത് ഓപ്ഷനിലാണ്, അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് ചെയ്താൽ മതി. അതിൻ്റെ കൂട്ടത്തിലേക്ക് അതിന് ആവശ്യമുള്ള കുറച്ച് ഉപ്പ്, അതായത് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. എന്നിട്ട് അടച്ചിട്ട് ഞാനിത് അടിക്കാൻ പോവുകയാണ്. മിക്സിയിൽ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 1, 2, 3 ആ സ്പീഡ് അനുസരിച്ചിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ 1ഉം 2ഉം ഇട്ട് പെട്ടെന്ന് 3ലേക്ക് ഇട്ടിട്ട് ടോട്ടൽ ഒരു 3 മിനിറ്റേ ആവശ്യമായിട്ട് വരുള്ളൂ. ഞാനത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ആദ്യം തന്നെ 1ലിട്ട് പിന്നെ 2, 3 എന്നുള്ള സ്പീഡിൽ. ഇപ്പോൾ ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1-1.5 മിനിറ്റ് മാത്രമേ ഞാനിത് അടിച്ചിട്ടുള്ളൂ. ഏകദേശം ഒരു 1.5 മിനിറ്റ് ഇത് അടിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്ത് ഇത് കുറച്ചും കൂടെ ലൂസാക്കാൻ വേണ്ടി നമ്മൾ കുറച്ചും കൂടെ ഒരു ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിഞ്ചോളം കടുകിൻ്റെ പേസ്റ്റ്. അതായത് ഇനി കടുകിൻ്റെ പേസ്റ്റ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചൊരു 1/4 ടീസ്പൂൺ കടുക് എടുത്തിട്ട് പൊടിച്ച് ചേർത്താലും മതി. അതിൻ്റെ കൂട്ടത്തിലേക്ക് ഇതാ 1 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ്, നാരങ്ങയുടെ നീരും കൂടെ ഒഴിക്കുന്നുണ്ട്. എനിക്കിവിടെ നാരങ്ങയുടെ ഫ്രഷ് നാരങ്ങയുടെ ചെടിയുണ്ട്, അതിൽ നിന്ന് തന്നെ പറിച്ച നാരങ്ങയുടെ ജ്യൂസാണിത്. അതും കൂടെ ഒന്നും കൂടെ അടച്ചിട്ട് വീണ്ടും നമ്മൾ 1.5 മിനിറ്റ് തന്നെ അടിച്ചു. നേരത്തെ മിക്സ് അടിച്ചു എന്ന് പറഞ്ഞ് വീണ്ടും 1.5 മിനിറ്റും കൂടെ നമ്മളൊന്ന് അടിക്കാൻ പോവാണ്. ഇനിയിപ്പോൾ അടിച്ചു കഴിയുമ്പോൾ നോക്കുക, 1 minute 37 seconds later. ഇപ്പോൾ നല്ല കണ്ട സോഫ്റ്റായിട്ടുള്ള മയോണൈസ്. ഇനി ഇത് കുറേയും കൂടെ നിങ്ങൾക്ക് ഒരു ജ്യൂസി പരുവത്തിൽ വേണം, കുറച്ചും കൂടെ ഡൈല്യൂട്ടഡ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറേയും കൂടെ മിൽക്ക് ചേർത്താൽ മതി അതിനകത്തേക്ക്. എനിക്ക് ഈ ഒരു പരുവത്തിലാണ് ഇപ്പോൾ ഇഷ്ടം. ഞങ്ങൾ ഈ ഒരു പരുവത്തിൽ എടുക്കുന്നതായതുകൊണ്ടാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. കുറച്ചും കൂടെ നിങ്ങൾക്ക് ലിക്വിഡായിട്ട് വേണമെന്നുണ്ടെങ്കിൽ മിൽക്ക് ചേർക്കാം. അതിന് വേണ്ടത് മിൽക്കും കൂടെ ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇതാ ഇപ്പോൾ നമ്മളിവിടെ നമ്മുടെ മയോണൈസ് അടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ സെർവിങ് ബൗളിലേക്ക് മാറ്റി കാണിക്കുകയാണ്. നിങ്ങൾ തീർന്നെന്ന് വിചാരിച്ചിരിക്കുകയാണോ? ഇനി ഞാൻ ഈ മയോണൈസ് ചേർത്തിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു റഷ്യൻ സാലഡും കൂടി ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ഇതാ ഒരു 4-5 ടേബിൾ സ്പൂൺ പൈനാപ്പിൾ ചെറിയ സ്ക്വയറാക്കി മുറിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഗ്രീൻ പീസ്, ഫ്രഷ് ഗ്രീൻ പീസ് കിട്ടിയതുകൊണ്ട് ഇത് എടുത്തില്ലെങ്കിൽ ഉണക്ക് ഡ്രൈ ആയിട്ടുള്ളത് സോക്ക് ചെയ്തിട്ടാലും മതി. ഒരു 2-3 ടേബിൾ സ്പൂൺ ക്യാരറ്റ് സ്ക്വയറാക്കി മുറിച്ചത്, ഏകദേശം ഒരു പൊട്ടറ്റോ മുറിച്ചത്, അതേപോലെ തന്നെ 5-8 ബീൻസും ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതൊന്ന് ബോയിൽ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഞാനിവിടെ പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെള്ളം ചൂടാക്കിയിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചു. അതിനകത്തേക്ക് ആദ്യം തന്നെ ഞാൻ പൊട്ടറ്റോ ആണ് ഇടുന്നത്. പൊട്ടറ്റോ ഇട്ട് കൊടുത്തിട്ട് അതിനാവശ്യത്തിന് വേണ്ട കുറച്ച് ഉപ്പ്, അതായത് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ഞാൻ അതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് ഇളക്കിയിട്ട് നമ്മളൊരു ഏകദേശം ഒരു 3 മിനിറ്റ് മാത്രം അതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുത്താൽ മതി. മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിന് ശേഷം അത് നമ്മൾ
ഊറ്റിയെടുക്കുകയാണ്. ഊറ്റിയെടുത്തിട്ട് ഇത് ഇത്തിരി തണുത്ത വെള്ളത്തിലേക്ക് ഇടുവാണെങ്കിൽ കളറ് പോവാതിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ഞാനിപ്പം തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ടില്ല. എല്ലാ വെജിറ്റബിൾസും ഇതേമാതിരി വേവിച്ചിട്ട് തണുത്ത വെള്ളത്തിലേക്ക് ഇട്ടിട്ട് വീണ്ടും അത് അരിച്ചെടുക്കണമെന്നേ ഉള്ളൂ. വീണ്ടും നമ്മൾ ക്യാരറ്റാണ് അടുത്ത് ഇടുന്നത്. അതിനും ഇതേമാതിരി തന്നെ അതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. അതും ഇതേപോലെ തന്നെ ഒരു 3 മിനിറ്റ് തന്നെ നല്ലതുപോലെ ബോയിൽ ചെയ്തതിന് ശേഷം കോരി വയ്ക്കുക. അതിന് ശേഷം ഓരോ വെജിറ്റബിൾസും ഇതേമാതിരി അടുത്ത് ഞാൻ ബീൻസാണ് ഇടാൻ പോകുന്നത്. ബീൻസ് ഇതേമാതിരി 3 മിനിറ്റ് വേവിച്ച് ഉപ്പിട്ടിട്ട് വേവിച്ച് മാറ്റിയെടുക്കുക. കണ്ടോ, ബീൻസ് ഇതേപോലെ തന്നെ നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ അങ്ങോട്ടേക്ക് മാറ്റി ആ ബൗളിലേക്ക് തന്നെ എടുത്തിടുകയാണ്. അടുത്ത് ഇനി നമ്മൾ വെള്ളം തിളപ്പിച്ചു വീണ്ടും അതിനകത്തേക്ക് നമ്മൾ പൈനാപ്പിളും കൂടെ ഇടുകയാണ്. അതിന് വേണ്ടുന്നതായ ഉപ്പിടുക. ഇനി നന്നായിട്ട് ഇതിന് സ്വീറ്റ് വേണം എന്നുള്ളവർക്ക് ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ച് ഷുഗറും കൂടെ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ല മധുരത്തിൽ റഷ്യൻ സാലഡ് വേണം എന്നുള്ളവർക്ക് അങ്ങനെയായാലും എടുക്കാം. വീണ്ടും അപ്പോൾ 3 മിനിറ്റ് കഴിഞ്ഞ് പൈനാപ്പിൾ നമ്മൾ ഊറ്റിയെടുത്തു. വീണ്ടും നമ്മളിത് നല്ല ഫ്രഷ് ഗ്രീൻ പീസും കൂടെ ഇട്ടിട്ട് വേവിക്കാൻ പോവുകയാണ്. അതിന് വേണ്ടുന്നതായ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ നന്നായിട്ട് വേവിച്ചെടുക്കുക. 3 മിനിറ്റ് കഴിഞ്ഞു. അതും ഇതേമാതിരി തന്നെ നല്ലതുപോലെ ഊറ്റിയെടുക്കുകയാണ്. അതും കൂടെ ഇപ്പം എല്ലാ വെജിറ്റബിൾസും ഫ്രൂട്ട്സും എല്ലാം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം ഞാൻ ഇത്രയും ഫ്രൂട്ട്സും വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസും എല്ലാം തന്നെ അതിനകത്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി അതിനകത്തേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച എഗ്ഗ്ലെസ് മയോണൈസും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. നല്ലതുപോലെ മിക്സ് ചെയ്യാണ്. മയോണൈസ് തന്നെ നന്നായിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചത് കൊണ്ട് ഇനി ഓയിൽ ഒഴിക്കുന്നില്ല. ചിലവർ ഇതിനകത്ത് ഫ്രഷ് ആയിട്ടുള്ള ഒലീവ് ഓയിൽ ഒഴിക്കാറുണ്ട്. അത് ഇഷ്ടമുള്ളവർക്ക് ഒലീവ് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഒഴിക്കാം. ഇത് ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇട്ടിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ മയോണൈസും കൂടെ ഇട്ട് ഇളക്കുകയാണെന്നുണ്ടെങ്കിൽ കുറേയും കൂടി ഗ്രേവി ആയിട്ട് വേണ്ടവർക്ക് അങ്ങനെ എടുക്കാം. ഏറ്റവും ഈസിയായ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബൈ ബൈ ഫ്രണ്ട്സ്.